കണ്ണൂര് തലശ്ശേരി കല്യാണം എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര കല്യാണം. ഞാൻ ആലോചിക്കായിരുന്നു ഇത് ഏത് രാജ്യം എന്നുവെച്ചാ എന്തൊക്കെ തരം ചടങ്ങുകളതിനകത്ത്. ചെറുക്കൻ അങ്ങോട്ട് പോകുന്നു, പെണ്ണ് ഇങ്ങോട്ട് പോയി, ചെറുക്കൻ അങ്ങോട്ട് പോകുന്നു, പെണ്ണ് ഇങ്ങോട്ട് വരുന്നു. പെണ്ണിന്റെ വീട്ടില് പിയ്യാപ്പിള സൽക്കാരം. പിയ്യാപ്പിളെ വീട്ടാളൊക്കെ റെഡിയാണോ? കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറെ രാജ്യം ഉടൻപടത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറെ സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചായിരുന്നു. ഇങ്ങോളം സഞ്ചരിച്ചു. അങ്ങനെ ഉടൻ പണം ഒരു കല്യാണ വീട്ടിൽ വെച്ച് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവർക്കും ഒരൊറ്റ അഭിപ്രായം ഉണ്ടായിരുന്നുള്ളൂ. അത് തലശ്ശേരിയിലെ കൊച്ചി വെട്ടിക്കുന്നോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ എല്ലാ മലയാളികളും കേട്ടിരിക്കുന്ന ഒരു വാക്കുണ്ട്, അത് മലബാർ വെഡിങ് എന്നാണ് മോനെ. ചെറിയ പെരുന്നാൾ നാ കണ്ടില്ലേ, ഭയങ്കര ഡാൻസ് ആയിരുന്നു, എന്തൊരു കൈകൊട്ടി കളിയായിരുന്നു. പ്രത്യേകിച്ച് കല്യാണം ആഘോഷിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ആ കാര്യത്തില് മലബാറുകാര് വേറെ ലെവലാണ് കേട്ടോ. ഞാൻ നാല് പുറത്തിൽ കവിയാതെ ഉപന്യസിച്ചോട്ടെ. നാല് പുറത്തിൽ കവിയുണ്ട്. നമ്മൾ എവിടെ നിന്നെല്ലാം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, പക്ഷെ തലശ്ശേരിയിലെ കല്യാണത്തിൽ ഭക്ഷണം കഴിക്കണം പോലെ അതാണ് ഭക്ഷണം. എന്നോട് വന്ന് കയറി കഴിഞ്ഞാൽ ഒരേ ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ല? നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ല? ഭക്ഷണം കഴിച്ചില്ലേ? ഭക്ഷണം കഴിക്കണം. ഇതാണ് ഭക്ഷണം. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രിയമുള്ളൊരു നാട് തലശ്ശേരി. എന്റെ അമ്മയെ വായിൽ വെള്ളം വന്നു. ഈ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എപ്പിസോഡ് പോലും നടക്കില്ല. കുറഞ്ഞ സമയമായി. എന്തായാലും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തലശ്ശേരി കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇന്നത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് താരങ്ങൾ, അതെ സൂപ്പർ സ്റ്റാർസ്, ഇന്നത്തെ ദിവസത്തിന്റെ അവർ നമുക്ക് ക്ഷണിക്കണേ. പുയ്യാപ്പിളെ വീട്ടാളെ ക്ഷണിക്കണേ. പുയ്യാപ്പിളെ വീട്ടാളെ ക്ഷണിക്കണേ. പുയ്യാപ്പിളെ ഒന്നുകൂടെ കാണിച്ചാൽ അവിടെ ആ രണ്ട് പ്ലീസ് ആങ്കേഴ്സിന്റെ പുറകിൽ നിൽക്കുന്ന കുട്ടികൾക്ക്